മർത്തമ നസ്രാണികൾക്കായി രൂപംകൊണ്ട രണ്ട് വികാരിയത്തുകളിൽ ഒന്നിൽ ചാൾസ് ലെവീഞ്ഞിന് ശേഷം ഒരു തെക്കുംഭാഗ സമുദായക്കാരനായ മാക്കിൽ അച്ഛൻ എങ്ങനെ മെത്രാനായി വന്നു എന്നത് പലർക്കും ചോദ്യചിഹ്നമാണ്. മർത്തോമ ക്രിസ്ത്യാനികളെ വരാപ്പയുടെ അധികാരത്തിൽ നിന്ന് മാറ്റി രണ്ട് പുതിയ വികാരിയറ്റുകൾ സ്ഥാപിക്കുക, അത് കർമ്മലീത്തക്കാരെ അതിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതായിരുന്നു റോമിന്റെ പദ്ധതി. കർമ്മലീത്തക്കാരല്ലാത്ത അപ്പസ്തോലിക വികാരിമാരുടെ നിയമനം ലെനാർഡോ മൊല്ലാനോ മെത്രാപ്പൊലീത്തയും ഒപ്പം പിന്തുടർച്ചാവകാശിയായ മർസിലിനോസ് മെത്രാനെയും മറ്റ് കർമ്മലീത്ത മിഷണറിമാരെയും രോഷാകുലരാക്കി. അതുകൊണ്ട് ഒരു കർമ്മലീത്ത അപ്പസ്തോലിക വികാരിയുടെ കീഴിൽ തെക്കും ഭാഗർക്ക് വേണ്ടി മാത്രമായി മൂന്നാമതൊരു വികാരിയത്ത് സ്ഥാപിക്കാനുള്ള പദ്ധതി അവർ ആസൂത്രണം ചെയ്തു. ഇതിനായി അവർ കണ്ടെത്തിയത് മർസിലിനോസ് മെത്രാന്റെ ശിഷ്യനും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുമായ തെക്കുംഭാഗ സമുദായത്തിൽപ്പെട്ട മാത്യു മാക്കീലിനെയായിരുന്നു. ഫാദർ മാത്യു മാക്കീൽ വഴി തെക്കുംഭാഗ വൈദികർ വരാപ്പുഴ കർമ്മലീത്തക്കാരോട് കൂടുതൽ അടുപ്പത്തിലാകുകയും അവരിൽ നിന്ന് പല ആനുകൂല്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കർമ്മലീത്തക്കാരുടെ പ്രേരണയനുസരിച്ച് തെക്കുംഭാഗരുടെ നേതാവായ ഫാദർ മാത്യു മാക്കിലും മറ്റു ചില വൈദികരും 1887 ഊട്ടിയിൽ പോയി അപ്പസ്തോലിക പ്രതിനിധിയായ അയോധ്യയെ കണ്ടു. അവരുടെ ആവശ്യം ഇതായിരുന്നു: തെക്കുംഭാഗരെ ഒരു പ്രത്യേക കർമ്മലീത്ത അപ്പസ്തോലിക വികാരിയുടെ കീഴിലാക്കി തരണം എന്നുള്ള ആവശ്യമായിരുന്നു അവർ നിവേദനമായിട്ട് സമർപ്പിച്ചത്. 1887 നവംബർ 21 തെക്കുംഭാഗം വൈദികരിൽ ഭൂരിഭാഗം പേരും കൂടിച്ചേർന്ന് മാർപ്പാപ്പയ്ക്ക് ഒരു കത്തയക്കുകയും അതിൽ തങ്ങളെ വരാപ്പുഴ മെത്രാപ്പൊലീത്ത ലെനാർഡോ മൊല്ലാനയുടെ കീഴിലാക്കി തരണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. കൂടാതെ തങ്ങളുടെ സമൂഹത്തിന് ഹ്രസ്വമായ ഒരു ചരിത്രവും സ്വവംശ വിവാഹ സംബന്ധമായ പ്രത്യേക സ്വഭാവവും ഒക്കെ വിവരിച്ചതിന് ശേഷം അവർ പരിശുദ്ധ പിതാവിനോട് ഇങ്ങനെ അപേക്ഷിച്ചു: അതുകൊണ്ട് എത്രയും പരിശുദ്ധനായ പിതാവേ, ഞങ്ങൾ പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതുപോലെ ഇപ്പോഴും പ്രതീക്ഷയോടെ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങളെ വരാപ്പുഴ മെത്രാപ്പൊലീത്തയുടെ കീഴിൽ അദ്ദേഹത്തിന്റെ പിന്തുടർച്ച അവകാശിയായ സഹായ മെത്രാന്റെ ഭരണത്തിനും അധികാരത്തിനും ഏൽപ്പിച്ചു കൊടുക്കാൻ തീരുമാനമാകണമേ. അങ്ങനെ തിരുസഭയുടെ മടിത്തട്ടിലിരുന്ന് ഞങ്ങൾ ആത്മാവിലും മനസ്സിലും ശാന്തി നുകരട്ടെ. ഇതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. എന്നാൽ സുറിയാനിക്കാർക്കായി രണ്ട് വികാരിയാത്തുകൾ എന്ന് നിർദ്ദേശിക്കുന്ന ഖോദിയാം പ്രീതം എന്ന തിരുവെഴുത്തിന് വിഘാതമായിട്ട് ഒന്നും തന്നെ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് റോം ചൂണ്ടിക്കാട്ടി. 1887 ഡിസംബർ 14 തിരുസംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ സിമയോണി ഇങ്ങനെയൊരു മറുപടി അയക്കുകയുണ്ടായി: തെക്കുംഭാഗർക്ക് വേണ്ടി മാത്രം മൂന്നാമതൊരു അപ്പസ്തോലിക വികാരിയത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഖോദിയാത് പ്രീതം അതിലെ വ്യവസ്ഥകൾക്ക് മാറ്റം വരുത്തുക തീർത്തും അസാധ്യമാണ്. കാരണം അതുവഴിയായി ആ രാജ്യത്തെ ദാരുണ വ്രണമായ ജാതി വിഭജനത്തെ ഏകദേശം അംഗീകരിക്കുകയായിരിക്കും ചെയ്യുന്നത്. സാധിക്കുമെങ്കിൽ ജാതി ഇല്ലാതാക്കുന്നതിനാണ് എല്ലാവരും പരമാവധി ശ്രദ്ധ ചെലുത്തേണ്ടത്. മാത്രമല്ല, ജാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് വികാരിയാത്തുകൾ വിഭജിക്കുന്നത് വിവേകപൂർണമായിരിക്കില്ലെന്ന് ഫെബ്രുവരി മാസത്തിൽ മധ്യതെക്കേ ഇന്ത്യയിലെ ബാംഗ്ലൂരിൽ നടന്ന മെത്രാന്മാരുടെ സമ്മേളനത്തിൽ തീരുമാനിച്ച കാര്യം കണ്ടില്ലെന്ന് നടിക്കുവാൻ മോൺസിഞ്ഞോർ മെല്ലാനയ്ക്ക് സാധിക്കുകയുമില്ല. അങ്ങനെ തെക്കുംഭാഗർക്ക് വേണ്ടി ഒരു പ്രത്യേക വികാരിയാത്ത് എന്ന ആശയത്തിന് പിന്നിൽ മെല്ലാനോ ആണെന്ന് പ്രൊപ്പഗാണ്ടയുടെ അധ്യക്ഷന് മനസ്സിലാകുകയും ചെയ്തു. വീണ്ടും തെക്കുംഭാഗ സമുദായക്കാർ അപ്പസ്തോലിക പ്രതിനിധിക്കും റോമിനും തുടരെ കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. അവരുടെ ആവശ്യങ്ങൾ ഇതൊക്കെയായിരുന്നു: ഒന്നുകിൽ തങ്ങളെ ഒരു ബാബിലോണിയൻ അല്ലെങ്കിൽ മാറോണീത്ത മെത്രാന്റെ കീഴിലാക്കുക, അല്ലെങ്കിൽ വരാപ്പുഴ ലത്തീൻ അതിരൂപതയുടെ കീഴിലാക്കുക, അതുമല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് തങ്ങൾക്കായി ഒരു തെക്കുംഭാഗ വികാരി ജനറാളിനെയെങ്കിലും നൽകുക. ഇതായിരുന്നു അവരുടെ നിവേദനങ്ങൾ. കോട്ടയം വികാരിയേറ്റിന്റെ വികാരി അപ്പസ്തോലിക്ക ആയിരുന്ന ലെവീഞ്ഞ് മെത്രാന് മർത്തോമ നസ്രാണികളുടെ മുടിചൂടാമന്നായി വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന എമ്മാനുവൽ നിധീരി എന്ന വൈദികനെ വികാരി ജനറൽ സ്ഥാനത്തേക്ക് വയ്ക്കുവാൻ സന്നദ്ധനായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിയമനം പരമാവധി വലിച്ചു നീട്ടുകയായിരുന്നു ചെയ്തത്. നിധീരിക്കൽ മാണിക്കത്തനാരെ എങ്ങനെയെങ്കിലും തരം താഴ്ത്തണമെന്ന് ലെവീഞ്ഞ് മെത്രാന് ഉദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തെക്കുംഭാഗർക്ക് പരിപൂർണ പിന്തുണ നൽകി. പ്രത്യേകിച്ച് തങ്ങൾക്കൊരു തെക്കുംഭാഗ വികാരി ജനറാളിനെ വേണം എന്ന അവരുടെ ആവശ്യത്തിന്. അതിനാൽ വികാരി ജനറൽ സ്ഥാനത്തേക്കുള്ള നിധീരിയുടെ നിയമനം ലെവീഞ്ഞ് മെത്രാൻ വലിച്ച് നീട്ടിക്കൊണ്ടിരുന്നു. റോമിൽ നിന്നും തെക്കുംഭാഗ വികാരി ജനറാളിന്റെ നിയമനത്തിനായുള്ള അനുവാദം ലഭിക്കുവാനായിരുന്നു അദ്ദേഹം കാത്തിരുന്നത്. ഈ തെക്കുംഭാഗ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിനും ഭാവിയിൽ ക്രമക്കേടുകൾ ഉണ്ടാകാതിരിക്കുന്നതിനും കൈക്കൊള്ളുന്ന ഒരേ ഒരു മാർഗം അവർക്കായി വേറിട്ടൊരു ഭരണകൂടം സ്ഥാപിക്കുക എന്നത് തന്നെയാണെന്ന് ലെവീഞ്ഞ് മെത്രാൻ 1889 ഫെബ്രുവരിയിൽ റോമിലേക്ക് എഴുതി. അവർക്കൊരു വികാരി ജനറാളിനെയും രണ്ട് കൗൺസിലർമാരെയും നൽകണമെന്ന് കൂടി എഴുതിയിരുന്നു. ഇങ്ങനെ ചെയ്താൽ തെക്കുംഭാഗക്കാരായ കുറെ യാക്കോബായ വൈദികരും 20,000-ഓളം വിശ്വാസികളും മാനസാന്തരപ്പെട്ട് കത്തോലിക്ക സഭയിൽ ചേർന്നുകൊള്ളും എന്നുകൂടി അവർ അഭിപ്രായപ്പെട്ടു. 1889 ജൂലൈ 15 പ്രൊപ്പഗാണ്ട പൊതുസമ്മേളനം കൂടി തെക്കുംഭാഗക്കായി വേറിട്ടൊരു ഭരണകൂടം വേണമോ എന്ന കാര്യം അവർ തീരുമാനമെടുത്തു. അതിൽ ഇങ്ങനെയാണ് അവർ തീരുമാനമെടുത്തത്: രണ്ട് അപ്പസ്തോലിക വികാരിയത്തുകളെ സുസ്ഥിരമായി നിലനിർത്തിക്കൊണ്ട് തെക്കുംഭാഗം എന്ന് വിളിക്കപ്പെടുന്ന സുറിയാനി കത്തോലിക്കർക്ക് മാത്രമായി ഒരു പ്രത്യേക വികാരി ജനറാളിനെയും
2 ആലോചനക്കാരെയും നൽകുന്നു. ഈ തീരുമാനങ്ങൾ പരിശുദ്ധ പിതാവ് അംഗീകരിച്ചു. ഈ തീരുമാനപ്രകാരം 1889 സെപ്റ്റംബർ 8-ന് അപ്പസ്തോലിക് വികാരി ചാൾസ് ലെവിഞ്ഞ് തെക്കും ഭാഗക്കാരനായ മാത്യു മാക്കിലിനെ തെക്കും ഭാഗരുടെയും എമ്മാനുവൽ നിധീരിയെ വടക്കും ഭാഗരുടെയും വികാരി ജനറൽമാരായി നിയമിച്ചു. തെക്കും ഭാഗ വൈദികരായിരുന്ന പള്ളിക്കുന്നേൽ ജോസഫിനെയും മാത്യു പള്ളിക്കുന്നേലിനെയും കൗൺസിലർമാരായി നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഫാദർ മാത്യു മാക്കേലിന്റെ ഔദ്യോഗിക സ്ഥാനാരോഹണം 1890 ജനുവരി 8-ന് കൈപ്പടയിൽ വെച്ച് ലെവീഞ്ഞ് മെത്രാന്റെ അധ്യക്ഷതയിൽ നടന്നു. തെക്കും ഭാഗം വികാരി ജനറാളിന്റെ നിയമനത്തോടുകൂടി തെക്കും ഭാഗം വടക്ക് ഭാഗം എന്നുള്ള സമൂഹപരമായ വിഭജനത്തിന് ഒരു സഭാപരമായ മുദ്രയും ഘടനയും കൂടി കൈവന്നു. 1892 ആരംഭത്തോടുകൂടി പ്രൊപ്പഗാന്ത തിരുസംഘത്തിന്റെ അധ്യക്ഷൻ സിമയോണിയും ഈസ്റ്റ് ഇന്ത്യയുടെ അപ്പസ്തോലിക പ്രതിനിധിയായ അയൂത്തിയും സ്ഥലം മാറ്റപ്പെട്ടു. ഇതിനു പകരം ഈ സ്ഥാനങ്ങളിലേക്ക് പോളണ്ടുകാരായ 2 കർദിനാൾമാരാണ് നിയമിതരായത്. ലെവീഞ്ഞ് മെത്രാൻ പരിശുദ്ധ സിംഹാസനത്തോടുള്ള അനുസരണയെ പ്രതി മാത്രമായിരുന്നു എമ്മാനുവൽ നിധീരിയെ വികാരി ജനറലായി നിയമിച്ചത്. എന്നാൽ നിധീരിക്ക് ലഭിച്ച വലിയ ജനസമ്മതി കാരണം അദ്ദേഹത്തോടുള്ള എതിർപ്പ് ലെവീഞ്ഞിന് വർദ്ധിച്ചു വന്നു. നിധീരിയെ നിയമിക്കാൻ ലെവീഞ്ഞിനെ നിർബന്ധിതനാക്കിയ കർദിനാൾ സിമയോണിയും അപ്പസ്തോലിക പ്രതിനിധി അയൂത്തിയും ഇപ്പോൾ രംഗത്ത് നിന്ന് മാറിയതിനാൽ തന്റെ വികാരി ജനറലായ നിധീരിക്കൽ മാണിക്കത്തനാരെ നിരന്തരം അപമാനിച്ചുകൊണ്ട് ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ അപ്പസ്തോലിക വികാരി സ്ഥിര പരിശ്രമം നടത്തി. അവസാനം 1892 മെയ് മാസത്തിൽ രാജി സമർപ്പിക്കാൻ നിധീരിക്കൽ മാണിക്കത്തനാർ നിർബന്ധനായിത്തീർന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ നിധിയെ തന്റെ വികാരി ജനറൽ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിക്കൊണ്ടും കുറവിലങ്ങാട് ഇടവ വികാരിയായി നിയമിച്ചുകൊണ്ടും ലെവീഞ്ഞ് മെത്രാൻ കൽപ്പന പുറപ്പെടുവിച്ചു. നിധീരിക്കൽ മാണിക്കത്തനാർക്ക് പകരമായിട്ട് ഫാദർ ജോസഫ് സ്റ്റൈലിനെ വടക്കൻ ഭാഗരുടെ വികാരി ജനറലായി നിയമിക്കുകയും ഏതു വിധേനയും സ്വദേശി നാട്ടുമെത്രാനെ ലഭിച്ചേ പറ്റൂ എന്ന തീരുമാനത്തില് ഇവിടെയുള്ള മർത്തോമ നസ്രാണികൾ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഒരു കൽദായ മെത്രാനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തെ കൊണ്ട് സ്വദേശി മെത്രാന്മാരെ അഭിഷേകം ചെയ്യിപ്പിക്കുകയും എന്നതായിരുന്നു അതിലെ ഒരു പദ്ധതി. പക്ഷെ ഇതിന്റെ ഫലമായിട്ട് വലിയൊരു ശീഷ്മ ഉണ്ടാകും എന്നൊക്കെ കണ്ട റോം പ്രൊപ്പഗാന്ത പൊതുസമ്മേളനം കൂടി പല വഴികൾ ആലോചിച്ചു. അവസാനം അവരൊരു തീരുമാനമെത്തി, സ്വദേശി മെത്രാനെ കൊടുക്കാം എന്ന് അവരൊരു തീരുമാനം എത്തി. എന്നാൽ പ്രൊപ്പഗാന്ത തിരുസംഘത്തിന്റെ തീരുമാനത്തിനോട് അപ്പസ്തോലിക പ്രതിനിധിയായ സലേസ്കി അത്ര വലിയ അനുകൂല മനോഭാവമല്ല പ്രകടിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, നാട്ടുമെത്രാന്മാരെ അനുവദിക്കുന്നത് ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ തന്നെ നാശത്തിന്റെ ആരംഭമായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ഒരു നിലപാടിനെ എതിർത്തു. അദ്ദേഹം ആരെയും തന്നെ മെത്രാൻ സ്ഥാനാർത്ഥിയായിട്ട് മാർപ്പാപ്പയുടെ മുന്നിൽ അവതരിപ്പിച്ചില്ല. എന്നാൽ ചങ്ങനാശ്ശേരിയുടെ അപ്പസ്തോലിക വികാരിയായ ലെവീൻ തെക്കും ഭാഗരുടെ വികാരി ജനറലായ ഫാദർ മാത്യു മാക്കീലിനെ ഏറ്റവും നല്ല ഒന്നാമത്തെ മെത്രാൻ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്തു. എന്നാൽ വടക്കും ഭാഗം വികാരി ജനറലായ ജോസഫ് തയ്യലിന്റെ പേര് പോലും സൂചിപ്പിക്കാതെ ഇരുന്നു. ജോസഫ് തയ്യൽ ഒന്നിനും കൊള്ളാത്തവനും വിദ്യാഭ്യാസവും വിവരമില്ലാത്തവനുമാകിയാൽ ശുപാർശ ചെയ്യാൻ പോലും പറ്റാത്തവനാണ് എന്നാണ് ലെവീഞ്ഞ് മെത്രാൻ പറഞ്ഞിരുന്നത്. തന്റെ സെക്രട്ടറിയായ അലോഷ്യസ് പഴയപറമ്പിലിനെ ആ സ്ഥാനത്തേക്ക് ഒരുവിധം കൊള്ളാവുന്നയാളാണെന്നും സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ മാർത്തോമ ക്രിസ്ത്യാനികളുടെ സ്വയംഭരണാവകാശവും ഐക്യവും സംരക്ഷിക്കാനായിട്ട് തീവ്രമായി യത്നിച്ച മാർത്തോമ നസ്രാണികളുടെ പഴയ വികാരി ജനറലായ എമ്മാനുവൽ നിധീരിയെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് പോലുമില്ല. എന്നാൽ തൃശ്ശൂരിന്റെ അപ്പസ്തോലിക വികാരിയായ മെട്ലിക്കോട്ട് 1895 ഫെബ്രുവരി 18-ന് പ്രൊപ്പഗാന്ത പ്രിഫെക്റ്റിന്റെ കത്തിനോട് പ്രതികരിച്ച് തന്റെ വികാരി ജനറലായ ജോർജ് മാമ്പള്ളി, കൗൺസിലർമാരിൽ ഒരാളായ ഫ്രാൻസിസ് ആലപ്പാട്ട്, സെക്രട്ടറി ജോൺ മേനാച്ചേരി, പിന്നെ സഭാവൈദികരിൽ നിന്നും വിശുദ്ധ യോഹന്നാൻ ക്രൂസിന്റെ ജോസഫ് എന്നീ 4 പേരെ മെത്രാൻ സ്ഥാനാർത്ഥികളായി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു. 1896 മാർച്ച് 23-ന് കൂടിയ പ്രൊപ്പഗാന്ത മീറ്റിംഗില് ഈ കാര്യങ്ങളെക്കുറിച്ച് നാട്ടുമെത്രാന്മാരെ അനുവദിക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി. ഇതിനുശേഷം മാർപ്പാപ്പയുടെ നേരിട്ടുള്ള അധികാരത്തിന് കീഴിൽ മാർത്തോമ നസ്രാണികൾക്ക് നാട്ടുമെത്രാന്മാരെ നൽകാം എന്ന തീരുമാനമാണ് എടുത്തത്. ആ കൂടെ തന്നെ കോട്ടയം വികാരിയത്തിനെ 2 വികാരിയാത്തുകളായി വിഭജിക്കാനും അങ്ങനെ എറണാകുളം വികാരിയാത്ത് സ്ഥാപിക്കാനും തീരുമാനമെടുത്തു. 3 സ്വദേശിക അപ്പസ്തോലിക വികാരിമാരെ നിയമിക്കാനും തീരുമാനിച്ചു. ജോൺ മേനാച്ചേരിയെ തൃശ്ശൂരും മാത്യു മാക്കീലിനെ ചങ്ങനാശ്ശേരിയിലും അലോഷ്യസ് പഴയപറമ്പിലിനെ എറണാകുളത്തും അപ്പസ്തോലിക് വികാരിമാരായി നിയമിക്കാനും നിർദ്ദേശിച്ചു. 1896 മാർച്ച് 28-ന് 13-ാം ലയോ മാർപ്പാപ്പ ഈ തീരുമാനം അംഗീകരിച്ച് സ്ഥിരപ്പെടുത്തി. ഇങ്ങനെ 1896 ജൂലൈ 28-ന് കെ റൈ സാക്രെ എന്ന തിരുവഴുത്ത് വഴി തൃശൂർ, എറണാകുളം, ചങ്ങനാശ്ശേരി എന്നീ 3 വികാരിയാത്തുകൾ സ്ഥാപിക്കപ്പെട്ടതായി പ്രഖ്യാപിച്ചു. അപ്പസ്തോലിക വികാരിയായ ലെവീഞ്ഞ് മെത്രാൻ 2 പേരെ മാത്രമേ മെത്രാൻ സ്ഥാനാർത്ഥികളായി നാമനിർദ്ദേശം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ തെക്കുഭാഗം വികാരി ജനറലായ മാത്യു മാക്കീലിനും സെക്രട്ടറി ആയിരുന്ന
അലോഷ്യസ് പഴയപറമ്പിൽ. രണ്ടാമത്തെ ആള്, അതായത് അലോഷ്യസ് പഴയപറമ്പില് എറണാകുളം വികാരിയത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പോയതിനാൽ ചങ്ങനാശ്ശേരിയുടെ അപ്പസ്തോലിക വികാരിയായി തെക്കും ഭാഗരുടെ നേതാവായിരുന്ന മാത്യു മാക്കീലിനെ നിയമിക്കുന്ന സാധ്യതയെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചങ്ങനാശ്ശേരി വികാരിയാത്തിലെ അഥവാ കോട്ടയം വികാരിയാത്തിലെ ഭൂരിപക്ഷം വൈദികരും വിശ്വാസികളും വടക്കും ഭാഗരാണെങ്കിലും തെക്കും ഭാഗക്കാരനായ ഫാദർ മാത്യു മാക്കീലിനെ മെത്രാനായി നിയമിക്കപ്പെടുകയായിരുന്നു.